ഹായ് 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 ഹലോ മക്കളെ, നമ്മൾ വന്നിട്ടുള്ളത് സൗണ്ട് വേവ്സ് ശബ്ദ തരംഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഫിസിക്സിലെ SSLC മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മക്കളെ, ഓണം എക്സാം 2025 25-ാം തീയതി ഓണം എക്സാം പേപ്പറിലെ ഫിസിക്സ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ കാണാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യനുമായിട്ടാണ് അന്ന് വന്നിട്ടുള്ളത്. ഒരു 11 ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിലെ ഈ 11 ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാം, വെറുതെ ഞാൻ ടൈം കളയുന്നില്ല. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരു ബുക്കും എൻ്റെ മുന്നിൽ വേണം കേട്ടോ. വെറുതെ കാണരുത് മക്കളെ, കൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് തുടങ്ങാൻ ചാപ്റ്ററിലോട്ട് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയാൽ, ഇഫ് എ സിമ്പിൾ പെൻഡുലം ടേക്സ് 20 seconds ടു കംപ്ലീറ്റ് 5 ഓസിലേഷൻ, അഥവാ 5 ദോലനങ്ങൾ പൂർത്തിയാക്കാൻ 20 സെക്കൻഡ് എടുത്തു, അഥവാ n=5 ആണെന്നുണ്ടെങ്കിൽ t=20. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്താം, t= ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ, വാട്ട് വിൽ ബി ദിസ് ടൈം പീരീഡ് എന്നല്ലേടാ. t= എന്താ കിട്ടുണ്ടാവുക, t/n, അഥവാ t എന്ന് പറഞ്ഞാൽ എത്രയടാ 20, ഇനി ഇത് പറഞ്ഞാൽ എത്ര 5, അഥവാ 4 സെക്കൻഡ്. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എടാ തന്നെ ബി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. വൃത്തിക്ക് വായിക്കണേ, നല്ലോണം ശ്രദ്ധാപൂർവ്വം വായിക്കണം. ശ്രദ്ധാപൂർവ്വം ഒന്ന് വായിച്ചു നോക്കിയേ. How much will be the frequency of another pendulum which is in resonance with this pendulum? റെസൊണൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അനുനാദം എന്ന് പറഞ്ഞാൽ എന്താ, ഒരേ സ്വാഭാവികാവൃത്തി ആവുന്ന ഒരു കണ്ടീഷൻ അല്ലേ, ഒരേ നേച്ചുറൽ ഫ്രീക്വൻസി ആവുന്ന കണ്ടീഷൻ അല്ലേ മക്കളെ. റെസൊണൻസിലാവുമ്പോൾ ഇവൻ്റെതാവട്ടെ വരുന്നതാവട്ടെ ഒരു രണ്ടുപേരുടെയും നാച്ചുറൽ ഫ്രീക്വൻസി സ്വാഭാവികാവൃത്തി തുല്യമാവും. അഥവാ നമുക്കറിയാം ഇവിടുന്ന് ഫ്രീക്വൻസി കണ്ടാൽ എത്ര കിട്ടുണ്ടാവുക, പറ. F=1/t ആണ് ഇക്വേഷൻ. ഓക്കെ, 1/t അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ F=n/t, രണ്ടു ചെയ്താൽ ഒന്നിനെ കിട്ടും കേട്ടോ. ഇവിടെ n എത്ര പറ, n എത്ര 20, t എത്ര 5, അപ്പൊ എത്ര കിട്ടുന്നുണ്ട്. സോറി മക്കളെ ശ്രദ്ധിക്കണേ, n എന്ന് പറഞ്ഞാൽ എത്ര, n എന്ന് പറഞ്ഞാൽ എത്ര 5, t എന്ന് പറഞ്ഞാൽ എത്ര 20, അഥവാ 1/4 ഹെഡ്സ്. അല്ല, അതിന് മേലെ നോക്കാം, 1/t നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, 4 കിട്ടിയിട്ടില്ലേ. ഇപ്പോൾ എന്തിനെ കിട്ടി, 1/4 ഹെഡ്സ്. ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? ഈ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം, 1/4 എന്ന് പറഞ്ഞാൽ 0.25 ഹെഡ്സ് എന്നാ, 0.25 ഹെഡ്സ്. ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല മക്കളെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. ഇതിൽ മലയാളം മീഡിയം ഉണ്ട് കേട്ടോ, ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ വായിക്കുന്നില്ല കേട്ടോ. ബുദ്ധിമുട്ടില്ല, ഞാൻ വായിച്ചു തരാം. ഓക്കെ, ഞാൻ ബി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. എ റിസർച്ച് സബ്മറൈൻ സെൻഡ് ഔട്ട് എ സോണാർ വേവ് വെൻ ഇറ്റ് റിട്ടേൺസ് ആഫ്റ്റർ 0.5 സെക്കൻഡ്. ഗിവ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ സീ വാട്ടർ ഈസ് 1500 മീറ്റർ പെർ സെക്കൻഡ്. ഹൗ ഫാർ ഈസ് ദിസ് ഒബ്ജക്റ്റ്? എടാ നോക്കാം, ഒരു ഗവേഷണ അന്തർവാഹിനി സോണാർ തരംഗം പുറപ്പെടുവിക്കുന്നുണ്ട്, വിട്ടോട്ടെ കുഴപ്പമില്ല. അത് 0.5 സെക്കൻഡിന് ശേഷം തിരികെ വരുന്നു, വന്നോട്ടെ കുഴപ്പമില്ല. സമുദ്രജലത്തിൽ ശബ്ദത്തിന്റെ തരംഗ വേഗത 1500 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ആയിക്കോട്ടെ കുഴപ്പമില്ല. വസ്തു എത്ര ദൂരെയാണെന്നുള്ളതാ ചോദ്യം. അത് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമാവും. അപ്പോൾ ഒന്നെങ്ങനെ ചെയ്യണ്ടാവണം എന്ന് പറയടാ. ഇവിടെ എന്തൊക്കെ തന്നിട്ടുള്ളത് നമ്മൾ എടുത്ത് ചെയ്താൽ ഇവിടെ നോക്കാം. വേഗത തന്നിട്ടുള്ളത്, അഥവാ ഇവിടെ ചെയ്തട്ടോ വേഗത തന്നിട്ടുണ്ട് v=1500. അതേപോലെ തന്നിട്ടുണ്ട് ടൈം വന്നിട്ടുണ്ട്, നോക്കാം ടൈം വന്നിട്ടുണ്ട്, v തന്നിട്ടുണ്ട്. ടൈം t=0.5. എടാ നമുക്കറിയണ ഒരു ഇക്വേഷൻ ഉണ്ട്, വെലോസിറ്റി ഡിസ്റ്റൻസ് ബൈ ടൈം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടടാ. എടാ നോക്കാൻ, നമ്മൾ സബ്മറീനിന്റെ അടിയിൽ ഒരു കല്ലുണ്ട്, സ്റ്റോൺ ഉണ്ട് എന്ന് കരുതുക. അടിയിലേക്ക് നമ്മൾ എടുക്കുന്ന ദൂരം d ആണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ദൂരം എത്ര നേക്കരം d അല്ലേടാ. അപ്പൊ ടോട്ടൽ എത്ര ഉണ്ടാവും പറ, 2d. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്താ വെച്ചാൽ വെലോസിറ്റി =2d/t. അവിടെ നമ്മൾ ഡി അല്ലേ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഡീന് ഒരു കൊടുത്ത് വെച്ചു, 2d v/t, അഥവാ d v/t/2 അല്ലേടാ. ആണ്, ഒരു ബുദ്ധിമുട്ടില്ല. എടാ v എത്ര പറ, v എത്ര, v എന്ന് പറഞ്ഞാൽ 1500, t എന്ന് പറഞ്ഞാൽ എത്ര 0.5/2. എടാ 1500 × 5 7500. ഒരു സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് പറയുമ്പോൾ എത്ര 750/2. അപ്പം എത്ര കിട്ടും 375. എടാ യൂണിറ്റ് എത്ര വരിക, ഡിസ്റ്റൻസ് അല്ലേ. ഇപ്പം എത്ര മീറ്റർ. യൂണിറ്റ് ഇടാൻ മറക്കരുത് മക്കളെ, വെറുതെ അരമാർക്ക് കളയരുത് മക്കളെ. അറിയേണ്ട ക്വസ്റ്റ്യൻ ആണ്, ചെയ്യാം. ഓക്കെ, ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഓക്കെ, എന്നാൽ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി മക്കളെ. ഇതിൽ ആരോ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. എന്താ ചെയ്തിട്ടുള്ളത് നോക്കാം. Identify the type of wave formed in the stretched rope when it is shaken up and down. എടാ മുകളിലോട്ടും താഴോട്ടും നമ്മൾ ഷെയ്ക്ക് ചെയ്താലേ കിട്ടുന്ന വേവ് ഏതാ, കിട്ടുന്ന തരംഗം ഏതാ, അതാ ചോദിച്ചിട്ടുള്ളത്. ഒന്ന് വായിച്ചു നോക്കിയാൽ എപ്പോഴും ഏതാ കിട്ടുണ്ടാവളാ, നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ക്രസ്റ്റ് ഉണ്ട്, ട്രഫ് ഉണ്ട്, ഓക്കെ, ഗർത്തമുണ്ട്, ശൃംഗമുണ്ട്. അത് രണ്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാരാ, ഇവിടെ ആരാ പറ, അതാരേക്കരം അനുപ്രസ്ഥ തരംഗം.
അനുപ്രസ്ഥ തരംഗം അഥവാ അവിടെ ആരേക്കരടാ ട്രാൻസ്വേഴ്സ് വേവ് അല്ലേടാ ട്രാൻസ്വേഴ്സ് വേവ്. ഐഡന്റിഫൈ ദ വേവ് എന്ന് പറഞ്ഞത് ആരാണ്? ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ട്രാൻസ്വേഴ്സ് വേവ് ആണ്. എടാ ബി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ഈ 5 ക്രസ്റ്റ് ആൻഡ് 5 ട്രഫ് പാസ്ഡ് എ പോയിന്റ് റോപ്പ് ഇൻ 4 സെക്കൻഡ്. ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ദി വേവ്. എടാ ആവൃത്തിയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. മക്കളെ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കൺസെപ്റ്റ് ഉണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചോ. ഒരു വേവ് ഉണ്ട് കരുതിന് ഇപ്പം എന്താ ഒരു കുഴപ്പമില്ല. ഒരു വേവ് ഉണ്ട് കരുതി. എടാ ഇത് ക്രസ്റ്റ് ആണ്, ഇത് ട്രഫാണ്. എല്ലാവരും ശ്രദ്ധിച്ചോ. ക്രസ്റ്റും ട്രഫൊക്കെ കരുതി. എടാ ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടിയാലാണ് എന്ത് ഒരു വേവ് ആവുക. അതേപോലെ ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടിയാലാണ് എന്താവുക ഒരു വേവ്. അപ്പോൾ ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടിയാൽ പിന്നെയും വേവായി. അതായത് മനസ്സിലാക്കി വെച്ചോ, ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടിയാൽ എന്ത് കിട്ടും? ഒരു വേവ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോ മക്കളെ, ശ്രദ്ധിച്ചോ. എടാ എത്ര ക്രസ്റ്റാ? 5 ക്രസ്റ്റും 5 ട്രഫും അല്ലേ? അഥവാ 5 ക്രസ്റ്റും 5 ട്രഫും കൂടിയാൽ എത്ര വേവ് കിട്ടും? 5 വേവ് കിട്ടും. ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഉണ്ടോ? ഇല്ല. എടാ ഒന്നും ചെയ്താണ്. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഫ്രീക്വൻസി അല്ലേ? ഫ്രീക്വൻസി കാണാനല്ലേ ഇക്വേഷൻ എന്താ മക്കളെ? FEC = N/T അല്ലേ? N എന്ന് പറഞ്ഞാൽ 5 അല്ലേ? T എന്ന് പറഞ്ഞാൽ ഒരു തന്നിട്ടുണ്ട് മക്കളെ 4 സെക്കൻഡ്. 5/4 ഹെഡ്സ്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൻ പറ്റും? 1.25 ഹെഡ്സ്. ഇറ്റ്സ് സിമ്പിൾ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്ക്. വായുവിലൂടെ 350 മീറ്റർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്ന ശബ്ദത്തിന്റെ തരംഗ ദൈർഘ്യം 50 മീറ്റർ ആണെങ്കിൽ ശബ്ദം മനുഷ്യർക്ക് കേൾക്കാൻ കഴിയുമോ? സാധൂകരിക്കുക. ഓക്കെ. എടാ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യർക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിന്റെ റേഞ്ച് എത്ര എന്നുള്ളത്. അതാണ് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓഡിയബിൾ ടു ഹ്യൂമൻ. അതിന്റെ റേഞ്ച് എത്ര? ഓഡിയബിൾ ടു ഹ്യൂമന്റെ റേഞ്ച് എത്ര? ഓർമ്മ ഉണ്ടോ? അതെ 20 ഹെഡ്സ് കേട്ടോ. 20 ഹെഡ്സ്. 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ്. 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് ആണ് മനുഷ്യർക്ക് കേൾക്കാൻ പറ്റുക. ഇവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഇക്വേഷൻ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് അറിയാം തന്നിട്ടുള്ളത് എന്തൊക്കെ? സ്പീഡ് തന്നിട്ടുണ്ട്, ലാംഡ തന്നിട്ടുണ്ട്, നമുക്ക് ആ വേവ് ലെങ്ത് ലാംഡ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നിർത്തി എഴുതാം. വെലോസിറ്റി = 350 മീറ്റർ പെർ സെക്കൻഡ്. ലാംഡ = 50 മീറ്റർ. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുണ്ടാവുക? FEC = VC = F ലാംഡ എന്നാണെന്നുണ്ടെങ്കിൽ FEC = V/λ അല്ലേടാ? ആണ്. അപ്പൊ നോക്കാം. V എന്ന് പറഞ്ഞാൽ എത്ര? 350. ലാംഡ എന്ന് പറഞ്ഞാൽ എത്ര? 50. അപ്പൊ എത്ര കിട്ടുണ്ടാവുക? 7 ഹെഡ്സ്. ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. റെഡിയാണോ? ഓക്കെ. എടാ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് സൗണ്ട് നോൺ ആസ്? എടാ ഈ ശബ്ദം നമുക്ക് ഓഡിബിൾ ടു ഹ്യൂമൻ ആണോ ശരിക്ക്? അല്ല, 20,000 20,000 ഇടയിലാവണ്ടേ? ഇത് 7 അല്ലേ? അപ്പൊ നമ്മൾ അറിയാം അതിനേക്കാൾ താഴെയുള്ള സൗണ്ട് അല്ലേ? അത് നമ്മൾ എന്താ വിളിച്ചിന്ന് ഓർമ്മ ഉണ്ടോ? ഇത് ഏൻ്റെ ആൻസർ ആണ്. അതിനെന്താ വിളിച്ചിന്ന് ഓർമ്മ ഉണ്ടോ? അറിയാം. 3 തരങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാണ് ഇവിടെ കാണും. ഇൻഫ്രാസോണിക്. പിന്നെ ഏതേന്നു? ഓഡിയബിൾ ടു ഹ്യൂമൻ. പിന്നെ ഏതേന്നു? അൾട്രാസോണിക്. കേട്ടോ, അറിഞ്ഞിരിക്കണം. ഇൻഫ്രാസോണിക് ഉണ്ട്, ഓഡിയബിൾ ടു ഹ്യൂമൻ ഉണ്ട്, അൾട്രാസോണിക് ഉണ്ട്. മക്കളെ ഇവിടെ നോക്കാം. അവിടെ ഏത് തരംഗം ഉണ്ടാവുക? 7 എന്നല്ലേ കിട്ടിയത്? 7 എന്ന് പറയുന്നത് ഏതേക്കരം പറ? കുറഞ്ഞതല്ലേ? അഥവാ ഇൻഫ്രാസോണിക്. കേട്ടോ, ഇൻഫ്രാസോണിക് ഉണ്ടാവുക. ഓക്കെ. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. വാട്ട് ഈസ് ദ ഓഡിയബിൾ റേഞ്ച് ഓഫ് സൗണ്ട് ദാറ്റ് ഹ്യൂമൻ ക്യാൻ ഹിയർ? എടാ മനുഷ്യർക്ക് കേൾക്കാൻ പറ്റുന്ന ഓഡിയബിൾ ഹ്യൂമന്റെ റേഞ്ച് എത്രയാണ്? അത് നമുക്കറിയാലോ. 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ്. ഈ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തട്ടോ. 20 ഹെഡ്സ് മുതൽ 20K ഹെഡ്സ് അല്ലേ? 20K ഹെഡ്സ് ചെയ്തോ, കുഴപ്പമില്ല. ഓക്കെ. എന്തിന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. വാട്ട് ഈസ് ദ നെയിം ഓഫ് സൗണ്ട് വേവ് വിത്ത് എ ഫ്രീക്വൻസി ഹയർ ദാൻ ദി ഓഡിയബിൾ റേഞ്ച്? എടാ നമുക്കറിയാം ഇൻഫ്രാസോണിക് ഉണ്ട്, ഓഡിയബിൾ ടു ഹ്യൂമൻ ഉണ്ട്, അൾട്രാസോണിക് ഉണ്ട്. എടാ അത് കുറഞ്ഞതല്ലേ, ഇത് കൂടിയതല്ലേ? ആ കൂടിയതിൻ്റെ പേരാ ചോദിച്ചിട്ടുള്ളത്. അതാരാ? അൾട്രാസോണിക്. മക്കളെ ഇതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലടാ, ഇല്ല. എടാ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഷുവർ ആയിട്ട് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യനാ. മക്കളൊന്ന് വായിച്ചു നോക്കുക. എല്ലാവരും വൃത്തിക്ക് വായിച്ചു നോക്കിക്കോ. ക്വസ്റ്റ്യൻ ഈ വീഡിയോ ഒന്ന് പോസ് ആക്കുക. എന്നിട്ട് ചെയ്യാൻ കിട്ടുന്നുണ്ടോ നോക്കി നോക്കുക. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കാം. ഈ ഗ്രാഫിക് ഇല്ലസ്ട്രേഷൻ ഓഫ് വേവ് ട്രാവലിംഗ് ഈസ് ഗിവൺ ആൻഡ് ടോട്ടൽ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് വേവ് പ്രൊപ്പഗേഷൻ ഈസ് 6 സെക്കൻഡ്. എടാ നോക്കിക്കോ, ഇത് ടോട്ടൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ടൈം പോലും പറഞ്ഞിട്ടുള്ളത്. നോക്കാം, ഇത് ടോട്ടൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത ടൈമാണ് പോലും എന്ത് പറഞ്ഞത്? 6 സെക്കൻഡ് എന്ന് പറഞ്ഞത്. ടോട്ടൽ കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത ടൈമാണ് ഇത് 6 സെക്കൻഡ്.
എന്നിട്ട് ഏ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഫൈൻഡ് ഔട്ട് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വേവ്. എടാ ആയതി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ആയതി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. എടാ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ കാണുന്നുണ്ടാവുക? നമുക്കറിയാം തുലന സ്ഥാനത്ത് നിന്നുള്ള പരമാവധി ദൂരമല്ലേ, അഥവാ ഇക്വിലിബ്രിയം പൊസിഷൻ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അല്ലേടാ. എടാ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ 0. ഈ 0 എന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ആരാ? 2 സെക്കൻഡ്. ഓക്കെ, നോക്കിക്കാൻ ആൻസർ എത്രയൊക്കെ ഇട്ടുണ്ടാവുക? പറ ആൻസർ എത്രയൊക്കെ ഇട്ടുണ്ടാവുക? ആൻസർ എത്ര ഉണ്ടാവുക? 2 മീറ്റർ. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എടാ നോക്കാം. കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ദി വേവ് എന്നല്ലേ പറഞ്ഞതെടാ. എടാ ഫ്രീക്വൻസി കാണാൻ ഇക്വേഷൻ എന്ന് നമുക്കറിയാം. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ബീൻ ആൻസർ ആണ്. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു n/t. എടാ ഇവിടെ എത്ര നോക്കാം. ഇവിടെ എത്ര വേവ് ഉണ്ടെന്ന് എല്ലാവരും നോക്കി നോക്കാം. എടാ നമുക്കറിയാം ഒരു വേവ് എന്ന് പറഞ്ഞാൽ ആർക്ക് കൂടിയതാ? ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടിയതല്ലേ. എടാ ഒരു ക്രസ്റ്റും ഒരു ട്രഫും, ഇതൊരു ക്രസ്റ്റാണ്, ട്രഫാണ് ഒരു വേവ്. അടുത്തൊരു ക്രസ്റ്റും ഒരു ട്രഫും, അടുത്തൊരു ക്രസ്റ്റും ഒരു ട്രഫും. മനസ്സിലാക്കി വെക്കണേ. ഒരു ക്രസ്റ്റും ഒരു ട്രഫ്, ഒരു ക്രസ്റ്റും ഒരു ട്രഫ്, ഒരു ക്രസ്റ്റും ഒരു ട്രഫ്. നമുക്കറിയാം ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടിയാലാണ് എന്തുണ്ടാവുക? ഒരു വേവ് ഉണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര ക്രസ്റ്റാ നോക്കാം? 1 2 3 ക്രസ്റ്റ്, 3 ട്രഫ്, അപ്പം 3 വേവ്. റെഡി അല്ലേ? ഓക്കെ, നോക്കാൻ ചോദിച്ചു നോക്കാം. കാൽക്കുലേറ്റ് ദ ആംപ്ലിറ്റ്യൂഡ്, കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി അല്ലേ ചോദിച്ചിട്ടുള്ളത്. ഇപ്പം n ഈസ് ഈക്വൽ ഇവിടെ എത്ര കിട്ടുന്നുണ്ടാവുക? 3. അതിന് വേണ്ട ടൈം എത്ര പറഞ്ഞിട്ടുണ്ട്? എത്ര പറഞ്ഞിട്ടുള്ളത്? 6. അപ്പോൾ എത്ര കിട്ടുന്നുണ്ടാവുക? 3/6 അഥവാ 1/2 വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇതാ 0.5 ഹെഡ്സ്. 0.5 ഹെഡ്സ്. ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. എടാ തന്നെ സി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. കാൽക്കുലേറ്റ് ദ ടൈം പീരീഡ് എന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. കാൽക്കുലേറ്റ് ദ ടൈം പീരീഡ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ടി സി ഈക്വൽ ടു 1/f. അറിഞ്ഞിരിക്കണം. ഇക്വേഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം മക്കളെ. ഇക്വേഷൻസ് അറിയാതെ നമുക്ക് ചെയ്യാൻ പറ്റൂല. കാൽക്കുലേറ്റ് ദ ടൈം പീരീഡ് ചോദിച്ചാൽ നമുക്കറിയണം ടി സി ഈക്വൽ ടു 1/f. എടാ ടി സി ഈക്വൽ ടു എഫ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയത്? മുകളിൽ കിട്ടി 0.5 അല്ലേ. എടാ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? എടാ ഒരു പോയിന്റിൽ ഇവിടെ ഒരു സ്ഥാനത്തിനല്ലേ ഇവിടെ പോയിന്റ് ഉള്ളത്. അപ്പം നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താ? മേലൊരു 10 കൊണ്ട് ഗുണിക്കും, അടിയിലൊരു 10 കൊണ്ട് ഗുണിക്കും. ഇവിടെ എത്ര കിട്ടുണ്ടാവുക? 10. അടിയിൽ എത്ര ഉണ്ടാവുക? 5. അപ്പോൾ എത്ര കിട്ടുക? 2 സെക്കൻഡ്. ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? 2 സെക്കൻഡല്ലേ കിട്ടിയത്. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എടാ നീ നോക്കാം. സി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോ. സി ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി ഡി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോക്കാം. ഡി ക്വസ്റ്റ്യൻ വായിച്ചോക്കെ. ഡി. ഓക്കെ, ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് വേവ് ലെങ്ത് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. എടാ വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും തരംഗ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ എന്താ? എടാ ഒരു വേവിന് വേണ്ട ദൈർഘ്യമല്ലേ തരംഗ ദൈർഘ്യം. അഥവാ ഇതല്ലേടാ ലാംഡ, അല്ലെങ്കിൽ പറയാം ഇതല്ലേടാ ലാംഡ. നമുക്കിവിടെ എത്ര വേവ് ഉണ്ട്? 3 വേവ് ഇല്ലേടാ. ആ 3 വേവിന് വേണ്ട ടൈം ഇവിടെ എത്ര കിട്ടിയത്? 3 വേവിന് എത്ര ദൂരം കിട്ടിയത്? 30 അല്ലേ. അപ്പം നമുക്കറിയാം നോക്കാം. 3 എണ്ണത്തിന് 30 ആണെന്നുണ്ടെങ്കിൽ ഒന്നിന് എത്ര കിട്ടുന്നുണ്ടാവുക? നമുക്കറിയാം 30/3 അഥവാ 10 മീറ്റർ. ഓക്കെ, ഒരു വേവിന് കിട്ടിയ എത്ര? 10. അടുത്ത വേവിന് എത്ര? 10. പിന്നെ എത്ര? വേവ് 10. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ചിത്രം ഗ്രാഫ് നോക്കിയിട്ട് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇതൊരിക്കലും മിസ്സാക്കരുത്. ബുദ്ധിമുട്ടില്ലല്ലോ മക്കളെ? ഓക്കെ. ഞാൻ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്, അഥവാ വെലോസിറ്റി ആടാ ചോദിച്ചിട്ടുള്ളത്, വി ആടാ ചോദിച്ചിട്ടുള്ളത്. വി ഇൻഡിക്കേഷൻ എല്ലാവർക്കും ഓർമ്മ ഉണ്ടോ മക്കളെ? വി ഇൻഡിക്കേഷൻ ഓർമ്മ ഉണ്ടോ? ഇവിടെ ഇതട്ടോ, വി സി ഈക്വൽ ടു എഫ് ലാംഡ. എടാ എഫ് എത്ര കിട്ടിയത്? എഫ് കിട്ടിയില്ല നമുക്ക്. എഫ് എത്ര? 0.5 ഇൻറ്റു ലാംഡ എത്രയടാ? 10. എടാ അത് എത്ര ചെയ്താൽ കിട്ടുന്നുണ്ടാവുക? 5 എന്ന് കിട്ടും. 5 മീറ്റർ പെർ സെക്കൻഡ്. ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഓക്കെ, ഒന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് കണ്ടു കേട്ടോ. ടൈം എടുത്ത് കാണാം. ഓക്കെ, എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. അത് ചെയ്ത് നോക്കണേ, നിർബന്ധമായിട്ടും ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. വിച്ച് ഈസ് ദ കറക്റ്റ് അബൌട്ട് റിലേഷൻ ബിറ്റ്വീൻ വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി ഓഫ് എ വേവ്. എടാ ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഇതൊക്കെ അറിയാം. ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കൂടി ടഫ് ആക്കിയിട്ടുണ്ട്. നമ്മൾ എന്താക്കുക? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ വായിക്കുക. തിയറി തന്നിട്ടുള്ളതൊക്കെ നല്ല വൃത്തിയിൽ നോട്ടിൽ ഇതൊക്കെ വായിച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ നോക്കാൻ ചോദിച്ചിട്ടുള്ളത് എന്താ? റിലേഷൻ ബിറ്റ്വീൻ വേവ് ലെങ്ത് അതേപോലെ ഫ്രീക്വൻസി അല്ലേ ചോദിച്ചിട്ടുള്ളത്. എടാ വേവ് ലെങ്ത് പറഞ്ഞാൽ ആരാ? ലാംഡ. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ആരാ? ആവൃത്തി അഥവാ എഫ്. നമുക്കറിയാം എഫ് ലാംഡയിലെ ഇക്വേഷൻ എങ്ങനെ ഓർമ്മ ഉണ്ടോ? എഫ് ലാംഡയിലെ ഇക്വേഷന് നമുക്കറിയാം വി സി ഈക്വൽ ടു എഫ് ലാംഡയില്ലേ. അവിടെ നമുക്കറിയാം വി കൂടിയാൽ ആരൊക്കെ കൂടും? എഫും കൂടും ലാംഡയും കൂടും. പക്ഷേ വിയും എഫും നോക്കാം. അവിടെ ശ്രദ്ധിച്ച് നോക്കിയേ. എഫിനെ അവിടെ നിർത്തിയാൽ എഫ് അടിക്ക് വരൂലേ? ലാംഡനെ അവിടെ നിർത്തിയാൽ
ശ്രദ്ധിക്കണേ, സോറി. ലാംഡ നടു നിർത്തിയാൽ എഫ് അടിക്ക് വരൂലേ? ഇപ്പൊ ലാംഡ കൂടിയാൽ ആര് കൂടും? വി കൂടുമെങ്കിലും എഫ് കുറയൂലേ? അഥവാ മനസ്സിലാക്കി വെച്ചോ, ലാംഡയാവട്ടെ ഫ്രീക്വൻസി ആവട്ടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, അഥവാ വിപരീത അനുപാതത്തിലാണ് മക്കളെ, വിപരീത അനുപാതത്തിലാണ്. അഥവാ ലാംഡ കൂടിയാൽ ഫ്രീക്വൻസി കുറയും, അഥവാ തരംഗദൈർഘ്യം കൂടിയാൽ ആര് കുറയും? പറ, തരംഗദൈർഘ്യം കൂടിയാൽ ആര് കുറയും? ആവൃത്തി കുറയും. അത് മനസ്സിലാക്കണം, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിലേത് ആൻസർ വരും എന്ന് പറഞ്ഞതിൽ ഏത് ആൻസർ വരുന്നുണ്ടാവുക? ഫ്രീക്വൻസി ഇൻക്രീസസ് വേവ് ലെങ്ത് ഡിക്രീസ്, അത് തന്നെയാണ് ആൻസർ കേട്ടോ. ഫ്രീക്വൻസി കൂടിയാൽ ആര് കുറയും? മക്കളെ 7ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കട്ടോ. എർത്ത് ക്വേക്ക് ആൻഡ് സുനാമീസ് ആർ ഡിസ്ട്രക്റ്റീവ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. നെയിം ദ വേവ് പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ദ എർത്ത് ക്രസ്റ്റ് ഡ്യൂറിംഗ് ദി എർത്ത് ക്വേക്ക്. എടാ, ഭൂപാളികളിലൂടെ ഉണ്ടാവുന്ന വേവ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നോക്കാം, ഭൂപാളികളിലൂടെ ഉണ്ടാകുന്ന വേവ് ഏതാണ്? നമുക്കറിയില്ലേ ഭൂപാളികളുടെ ഏതുണ്ടാവുക? എടാ നമുക്കറിയാം ഏതാണ് ആ വേവ്. സീസ്മിക് വേവ്, സീസ്മിക് വേവ് ട്ടാ, സീസ്മിക് വേവ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ബി ക്വസ്റ്റ്യൻ, ഓൺ വിച്ച് സ്കെയിൽ ദ ഇന്റൻസിറ്റി ഓഫ് എർത്ത് ക്വേക്ക് ഈസ് മെഷേർഡ്. എടാ ഏത് സ്കെയിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? എടാ ടെക്സ്റ്റ് ബുക്കിൽ ആകെ ഒരു സ്കെയിലേ പറയണുള്ളൂ, അത് ഏതാണെന്നറിയോ? റിച്ചർ സ്കെയിൽ. ഓക്കെ, എടാ നീ ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. സജസ്റ്റ് ഓൺ നീ സേഫ്റ്റി മെഷർ ക്യാൻ ബി ടേക്കൺ ടു സേഫ്റ്റി ഗോഡ് അഗെയിൻസ്റ്റ് ദ സുനാമി വേവ്സ്. എടാ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരും. കഴിഞ്ഞ വർഷങ്ങളുണ്ടായിരുന്നു ഷോക്ക് ഏറ്റാൽ ഏൽക്കുമ്പോൾ നമ്മൾ പ്രിക്കോഷൻസ് ഏതൊക്കെ എടുക്കണം, അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് എയ്ഡ് ഏതൊക്കെ കൊടുക്കണം, അതേപോലെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അത് അറിയില്ല എന്ന് എഴുതിങ്ങാണ്ട് എഴുതാക്കിയിരുന്ന മക്കളെ നിർബന്ധമായിട്ടും ചെയ്യാം കേട്ടോ. ഇനി എക്സാമ്പിൾ അവിടെ എഴുതിയേക്കാം. എക്സാമ്പിൾ എന്താ വെച്ചാൽ മൂവ് ടു ഹയർ ആൾട്ടിറ്റ്യൂഡ് പ്ലേസസ്. അഥവാ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കുക കേട്ടോ, ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കുക. ഈ രണ്ടാമത്തെ എന്താ വെച്ചാൽ ഇതാ, നമുക്ക് എന്ത് പറയാം? ഒബേസ് സേഫ്റ്റി പ്രിക്കോഷൻസ്. ഒബേസ് സേഫ്റ്റി സിഗ്നൽസ് ഫ്രം അതോറിറ്റീസ്. പറയണൊക്കെ നല്ല വൃത്തിക്ക് കേൾക്കുക കേട്ടോ. ഇതുണ്ടാവുമല്ലോ, കടലിൽ പോകരുതെന്ന് പറഞ്ഞാൽ കടലിൽ പോവാതിരിക്കുക. അപ്പോൾ പ്രിക്കോഷൻസ് ഒക്കെ തരുന്നത് എന്ത് ചെയ്യുക? നല്ല രീതിയിൽ ഒബേ ചെയ്താൽ എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാടാ? സുനാമി ഡിസാസ്റ്റേഴ്സ് നമുക്ക് കുറേയൊക്കെ തടഞ്ഞു നിർത്താൻ പറ്റും. ഓക്കെ, പിന്നെ ഒക്കത്തിന് പരിധി ഉണ്ട് നമുക്കറിയാം. എടാ നമുക്ക് അത് കിട്ടിയല്ലോ. അപ്പോൾ ഈ 2 പോയിന്റ് നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. നിങ്ങൾ കയ്യിൽ നിട്ടാൽ മതി ആ നേരത്തെ, അല്ല അത് കാണാപാഠം പഠിക്കണമെന്ന് ഞാൻ പറയില്ല. അപ്പൊ നോക്കി ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഹലോ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കടാ. വാട്ട് കൈൻഡ് ഓഫ് വേവ് ജനറേറ്റഡ് ഡ്യൂറിംഗ് ദി സുനാമി. എടാ സുനാമിന്റെ ടൈമിൽ ഉണ്ടാവണ വേവ് ഏതാടാ? നമുക്കറിയാം ആ വേവിന്റെ പേര് ഏത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ, ആ പേര് ഏതാടാ? സീസ്മിക് വേവ്. ഓർമ്മയുണ്ടോ? സീസ്മിക് വേവ് ട്ടാ. ഇതൊക്കെ അറിഞ്ഞിരിക്കണം, ഇതൊക്കെ തിയറിയാണ്, വായിച്ച് പഠിക്കാനുള്ള ഭാഗ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വെച്ച് നോക്കാം. ഇൻ വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് കോമൺലി യൂസ്ഡ് ടു റെക്കോർഡ് സീസ്മിക് വേവ് ദാറ്റ് ഹെൽപ്പ് ഇൻ പ്രെഡിക്റ്റിംഗ് സുനാമി. എടാ സുനാമി ഉണ്ടാവുന്ന ടൈമിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണെന്നുള്ളതാ എല്ലാവരും അറിഞ്ഞു വെച്ചോ. സീസ്മോഗ്രാഫ് ട്ടോ, നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. സീസ്മോഗ്രാഫ് മക്കളെ നിർബന്ധമാണ്, നല്ല വൃത്തിക്ക് പഠിച്ചു വെക്കുക. സീസ്മോഗ്രാഫ് അല്ലെങ്കിൽ സീസ്മിക് ഗ്രാഫ് എന്ന് പറയാം കേട്ടോ. സീസ്മോഗ്രാഫ് അല്ലെങ്കിൽ സീസ്മോമീറ്റർ പല രീതിയിൽ അറിയപ്പെടും. എടാ നോക്കിക്കോ, ഇനി അടുത്ത പറയാളെന്ന് ചോദിച്ചാൽ 9ാമത്തെ ക്വസ്റ്റ്യന്, ഇൻ ദിസ് ഗ്രാഫ് ഡിസ്റ്റൻസ് ഫ്രം O to A ഈസ് 90 meter and the time taken to travel is 0.2 second. 0.2 സെക്കൻഡ് ആണ് ടൈം എടുത്തത് O മുതൽ A വരെ പോവാൻ. ഇവിടെ എന്താ ചോദിച്ചു നോക്കാം, ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ഈച്ച് വേവ്. എടാ 2 തരംഗത്തിന്റെയും ഫ്രീക്വൻസി കാണാനല്ലേ പറഞ്ഞത്. നമുക്കറിയാം ഇവിടെ എത്ര വേവ് ഉണ്ടായിട്ടുണ്ടെന്ന് നോക്കി നോക്കേ. 1ാമത്തെ ഗ്രാഫിൽ എത്ര വേവ് ഉണ്ട് നോക്കാം. ഒരു ക്രസ്റ്റും ഒരു ട്രഫും 1 വേവ്, ഒരു ക്രസ്റ്റും ഒരു ട്രഫും 2 വേവ്, ഒരു ക്രസ്റ്റും ഒരു ട്രഫും 3 വേവ്. ഞാൻ ഈ 2ാമത്തെ ഗ്രാഫ് നോക്കി നോക്കാം. ഒരു ക്രസ്റ്റും ഒരു ട്രഫും 1 വേവ്, ഒരു ക്രസ്റ്റും ഒരു ട്രഫും 2 വേവ്. അപ്പോൾ 1ാമത്തിൽ എത്ര വേവ് ഉണ്ടാക്കിയിട്ടുണ്ട്? ഇവിടെ എത്ര എണ്ണ? 3 എണ്ണം. ഇവിടെ എത്ര എണ്ണ? 2 എണ്ണം. ഇതാണ് മെയിൻ ഡിഫറൻസ്. അത് വെച്ച് കണ്ടാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പോണത്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. ഫ്രീക്വൻസി അല്ലേ കാണാൻ പറഞ്ഞത്. F1 is equal to N1/T. N1 എത്രയടാ? 1ാമത്തിൽ എത്ര തരംഗങ്ങൾ ഉണ്ടാക്കിയത്? 3. T എത്രയടാ? 0.2. ഇപ്പം എത്രയൊക്കെ കിട്ടുന്നുണ്ടാവും മക്കളെ? ഒന്ന് പറഞ്ഞേ. നമ്മൾ മേലെന്തുകൊണ്ട് ഗുണിക്കും? 10 കൊണ്ട് ഗുണിക്കും, അടിയിലും 10 കൊണ്ട് ഗുണിക്കും. ഇതൊക്കെ എന്തിനാ ചെയ്യണെന്തിനാ? അടിയിലൊരു പോയിന്റ് വന്നോണ്ടാ, ആ പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടി കണ്ട അങ്ങനെ ചെയ്തത്. ഇപ്പം എന്താ കിട്ടുന്നുണ്ടാവുക പറഞ്ഞേ?
മേലെ ഇവിടെ എത്ര കിട്ടും 30, അടിയിൽ എത്ര കിട്ടും 2, അഥവാ എത്ര കിട്ടിയടാ 15 ഹെഡ്സ് എന്ന് കിട്ടി. 15 ഹെഡ്സ് എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. അതിൽ തന്നെ F2 എന്ന് കാണാൻ പറഞ്ഞിട്ടില്ലേ, രണ്ടിൻ്റെയും ഫ്രീക്വൻസി കാണാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ F2 സീക്കുള്ള എന്താ കിട്ടുന്നുണ്ടാവുക N2/T. N2 എന്ന് പറഞ്ഞാൽ എത്രടാ, ഇതിൽ എത്ര ഉണ്ടാക്കിയിട്ടുള്ളത് 2. T എത്രയടാ 0.2. നമ്മൾ മേലെ എത്ര കൊണ്ട് ഗുണിക്കേണ്ടി വരും പറ. മേലെ 10 കൊണ്ട് ഗുണിച്ചു, അടിയിൽ 10 കൊണ്ട് ഗുണിച്ചു, അപ്പോൾ എത്ര കിട്ടും 20/2. അപ്പോൾ എത്ര കിട്ടും 10 ഹെഡ്സ്. 10 ഹെഡ്സ്. ബുദ്ധിമുട്ടുണ്ടോ? 10 ഹെഡ്സ്. ഓക്കെ, 10 ഹെഡ്സ്. എടാ നീ നോക്കാം A ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്തു. നീ B ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. കമ്പയർ ദ വെലോസിറ്റി ഓഫ് ദി വേവ് എന്നല്ലേ പറഞ്ഞേ, തരംഗങ്ങളുടെ പ്രവേഗങ്ങൾ താരതമ്യം ചെയ്യുക. എടാ നോക്കിക്കേ എങ്ങനെ താരതമ്യം ചെയ്യാം. V1 സീക്വൾ എത്ര കിട്ടുന്നുണ്ടാവുക, V1 സീക്വൾ ടു F ലാംഡ അല്ലേടാ. F ലാംഡ. F എന്ന് പറഞ്ഞാൽ എത്ര എന്ന് പറഞ്ഞാൽ, F എന്ന് പറഞ്ഞാൽ എത്ര, F നമുക്ക് കിട്ടിക്കണല്ലോ ഒന്നാമത്തിൻ്റെ എത്ര 15 അല്ലേ. ലാംഡ എന്ന് പറഞ്ഞാൽ എല്ലാവരും വൃത്തിക്ക് ശ്രദ്ധിച്ചോ, ഇവിടം മുതൽ ഇവിടം വരെയുള്ളതാണ് എത്ര 90. അപ്പോൾ നമുക്കറിയാം അങ്ങനത്തെ 3 കംപ്ലീറ്റ് ചെയ്തിട്ടില്ലേ. അപ്പോൾ 1 കംപ്ലീറ്റ് ചെയ്യാൻ എത്ര എടുത്തിട്ടുണ്ടാവും, ലാംഡ 1 ഈക്വൽ ടു 90. ടോട്ടലി 90 ആണ്. അങ്ങനെ എത്ര 3 വേവ് അല്ലേടാ. അപ്പോൾ 90/3 30 മീറ്റർ കിട്ടുക. ഇപ്പോൾ ലാംഡൻ്റെ എത്ര ഇട്ട് കൊടുക്കുക 30 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് എത്ര കിട്ടുന്നുണ്ടാവും എന്ന് പറഞ്ഞേ 450 മീറ്റർ പെർ സെക്കൻഡ്. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ V2 എന്ന് പറഞ്ഞേ V2 ഈക്വൽ ടു F2/λ2 അല്ലേടാ. F2 എത്ര കിട്ടിയത് 10 ഹെഡ്സ്. ഇവിടെ കിട്ടിയിട്ടുണ്ട് 10 ഹെഡ്സ്. അപ്പം ഇനി ഒരു λ2 എത്ര കിട്ടും, ലാംഡ നോക്കാം. ടോട്ടൽ 90 ആണ് മക്കളെ. അതിൽ എത്ര 2 വേവിൽ ഉണ്ടാക്കിയത്. ഇപ്പോൾ 2 ആണെന്നുണ്ടെങ്കിൽ ഒന്നിന് എത്ര ഉണ്ടാവുക 90/2. മക്കളെ ചെയ്യാണ്. λ2 ഈക്വൽ ടു 90/2. 90 ടോട്ടല്, 2 ഉണ്ടാക്കിയത്. അപ്പോൾ 90/2 45 മീറ്റർ. അപ്പോൾ എത്ര കിട്ടും ഇൻറ്റു 45. ഇപ്പോൾ ടോട്ടൽ ഇത് എത്ര കിട്ടുന്നുണ്ടാവടാ പറ 450 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ മനസ്സിലാക്കി വെച്ചോ, V1 ഈക്വൽ ടു V2 അല്ലേ ഇവിടെ അല്ലേ. V1 450 ആണ്, V2 450 ആണ്. മനസ്സിലായിക്കണോ? ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? ഇല്ല. ഓക്കെ എടാ നോക്കിക്കോ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. 10ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. എടാ ഈ ക്വസ്റ്റ്യനൊക്കെ ചെയ്തു മനസ്സിലായിട്ടുണ്ടോ കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത് ഇനി 2-3 ക്വസ്റ്റ്യനും കൂടി ബാക്കിയുള്ളൂ കേട്ടോ. നോക്കിക്കോ 10ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ആ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസ് എന്തായാലും സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, കാരണം നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടി ടഫ് ആക്കിയിട്ടുണ്ട്. മനസ്സിലാക്കി വെച്ചോ. ഇത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മക്കളെ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. അറ്റ് ലെറ്റസ് അസസ്, വിലയിരുത്താന്നുള്ളടത്തുള്ള ക്വസ്റ്റ്യനാണ് മക്കളെ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ ചാൻസ് വളരെ കൂടുതലാട്ടോ. ഒന്ന് നോക്കിക്കോ, ഇതിൽ എന്താ ഉത്തരം വന്നീന്ന് ഓർമ്മയുണ്ടോ? ഓക്കെ, സൗണ്ട് ഈസ് എ ലോഞ്ചിറ്റ്യൂണൽ വേവ് ആൻഡ് ലൈറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്. മനസ്സിലാക്കി വെക്കണേ, സൗണ്ട് ലോഞ്ചിറ്റ്യൂണൽ ആണ്, ലൈറ്റ് ട്രാൻസ്വേഴ്സ് ആണ്. SLLT കേട്ടോ. മനസ്സിലാക്കി വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അതിലുണ്ട്. ശബ്ദം എന്നത് എന്താണ്? അനുദൈർഘ്യമാണ്. പ്രകാശം എന്നത് അനുപ്രസ്ഥ തരംഗമാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഈ സോണോമീറ്റർ ഹാവ് എ നാച്ചുറൽ ഫ്രീക്വൻസി 300 ഹെഡ്സ്. 300 ഹെഡ്സ് ആണ് അതിന്റെ ഫ്രീക്വൻസി പറഞ്ഞിട്ടുണ്ട്. വാട്ട് ടൈപ്പ് ഓഫ് വൈബ്രേഷൻ വിൽ ബി അണ്ടർഗോ ഇഫ് ട്യൂണിംഗ് ഫോർക്ക് ഫ്രീക്വൻസി 250 ഹെഡ്സ് കെപ്റ്റ് ഇൻ കോണ്ടാക്ട് വിത്ത് ഇറ്റ്. 300 ഹെഡ്സ് ഉള്ളൊരു വസ്തു ഉണ്ട്. അതിൻ്റെ അടുത്തേക്ക് നമ്മൾ 250 ഒരു ഫ്രീക്വൻസിയുള്ള ഒരു വസ്തു ഉണ്ട്. അതിലേക്ക് നമ്മൾ ഇനി സ്വാഭാവിക ആവൃത്തി കൂട്ടാൻ വേണ്ടിങ്ങാണ്ട് ഫോഴ്സ് കൊടുത്തു. ആ കൊടുക്കണ ഫോഴ്സിന് നമ്മൾ എന്താ പറയുണ്ടാവുക, അല്ലെങ്കിൽ ആ കൊടുക്കണ കമ്പനത്തിന് നമ്മൾ എന്താ പറയുണ്ടാവുക? ഓർമ്മയുണ്ടോ? പ്രണോദിത കമ്പനം അല്ലെങ്കിൽ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഓർമ്മയുണ്ടോ? ഓക്കെ, മനസ്സിലാക്കി വെച്ചു. അതിന് പറയുന്ന പേരാണ് എന്ത്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ കേട്ടോ. ഒന്നാമത്തെ ആൻസർ എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ, പ്രണോദിത കമ്പനം. മക്കളെ ഇനി B ആൻസർ നോക്കി. B ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. വാട്ട് ഹാപ്പൻ ഇഫ് ദ ഫ്രീക്വൻസി ഇൻ ട്യൂണിംഗ് ഫോർക്ക് ഈസ് ചേഞ്ച്ഡ് ടു 300 ഹെഡ്സ്. 300 ഹെഡ്സ് ആകെയാള്. നെയിം ദ ഫിനോമിന. ഇത് നമ്മളിപ്പോൾ 250 ഇത് എന്താക്കി, ഫോഴ്സ് ഒക്കെ കൊടുത്ത് പ്രണോദിത കമ്പനത്തിന് വിധേയമാക്കിങ്ങാണ്ട് 300 ആക്കി എന്നുണ്ടെങ്കിൽ 300 ആയാലും നമ്മൾ പറയുന്ന പേരെന്താ ഓർമ്മയുണ്ടോ? അപ്പം നമ്മൾ പറയും റെസൊണൻസ് അഥവാ അനുനാദം കേട്ടോ. അതിന് പറയുന്ന പേരാണെന്ത്? അനുനാദം. മക്കളെ വൃത്തിക്ക് ശ്രദ്ധിച്ചു വെച്ചോ. റെസൊണൻസ് അതിനെന്താ പറയാ? അനുനാദം കേട്ടോ. അനുനാദം. റെഡിയാണോ? എടാ നോക്ക, നീ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? ഓക്കെ, 11 ക്വസ്റ്റ്യനുള്ള മക്കളെ. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യാം. ഓക്കെ, 3 ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത്ര നമുക്കിന്ന് പറയാനുള്ളത്. ഓക്കെ,
റെഡി ആണോന്ന് മനസ്സിലായിട്ടുണ്ടോ മക്കളെ? പിന്നെ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഓക്കെ.